BTV, being with you, the community channel. വാഹനമോടിക്കുമ്പോൾ ഉറങ്ങാതിരിക്കാൻ എത്ര മികച്ച ഡ്രൈവർ ആണെങ്കിൽ കൂടിയും ഉറക്കത്തെ ഒരു പരിധിക്കപ്പുറം പിടിച്ചു നിർത്താൻ തലച്ചോറിന് സാധിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. കാറിന്റെ ഗ്ലാസ് താഴ്ത്തിയിടുന്നതോ ഓഡിയോ ഫുൾ വോള്യത്തിൽ വെക്കുന്നതോ പ്രയോജനം ചെയ്യില്ല. നന്നായി ഉറക്കം വരുന്നുണ്ടെങ്കിലും അവയെ നിയന്ത്രിക്കുവാൻ കഴിയുമെന്ന് ചിലർക്കെങ്കിലും ചിലപ്പോഴെങ്കിലും തോന്നാതിരിക്കില്ല. പ്രത്യേകിച്ച് ദീർഘദൂര യാത്രകൾക്കിടയിലും രാത്രി വൈകിയുള്ള ഡ്രൈവിങ്ങിനിടയിലും ചെറിയ മയക്കം അനുഭവപ്പെടുമ്പോൾ കാര്യമാക്കാതെയിരിക്കുന്നതിൻ്റെ മനഃശാസ്ത്രമാണിത്. മിക്ക ഹൈവേകളിലും പുലർച്ചെയുണ്ടാകുന്ന അപകടങ്ങൾ ഡ്രൈവർ പകുതി മയക്കത്തിലാകുന്നത് കൊണ്ടാണ് എന്ന് മറന്നുകൂടാ. ഒരാൾക്ക് വാഹനം ഓടിക്കാൻ കഴിയാത്ത വിധം തലച്ചോർ മയക്കത്തിലേക്ക് പോകുന്നത് ഏതു അവസ്ഥയിലാണ് എന്ന് എളുപ്പത്തിൽ വിവരിക്കാൻ സാധിക്കുകയില്ല. ഈ ലക്ഷണങ്ങൾ അനുഭവപ്പെടാറുണ്ടോ എങ്കിൽ ഡ്രൈവിംഗ് അല്പനേരത്തേക്കെങ്കിലും നിർത്തിവെച്ചു തലച്ചോറിനെ വിശ്രമിക്കുവാൻ അനുവദിക്കുന്നതാണ് ഉചിതം. 1. റോഡിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയാത്ത വിധം കണ്ണുകൾക്ക് ഭാരം അനുഭവപ്പെടുക. 2. തുടർച്ചയായി കണ്ണ് ചിമ്മി തുറന്നു വെക്കുന്ന സാഹചര്യം ഉണ്ടാവുക. 3. ഡ്രൈവിംഗിൽ നിന്നും ശ്രദ്ധ പതറി അന്നുണ്ടായതോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നതോ ആയ കാര്യങ്ങൾ മനഃപൂർവ്വമല്ലാതെ ചിന്തിക്കുക. 4. എളുപ്പത്തിൽ ലഭിക്കാമായിരുന്ന ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഇനി ഡ്രൈവ് ചെയ്യാനുള്ള ദൂരത്തെക്കുറിച്ച് വ്യാകുലപ്പെടുക. 5. തുടർച്ചയായി കോട്ടുവായിടുകയും കണ്ണ് തിരുമുകയും ചെയ്യുക. 6. തലയുടെ ബാലൻസ് തെറ്റുന്നത് പോലെ അനുഭവപ്പെടുക. 7. ശരീരത്തിന് മൊത്തത്തിൽ ഒരു അസ്വസ്ഥത തോന്നുക. ഉറക്കത്തിലേക്ക് പൊടുന്നനെ വഴുതി വീഴും മുമ്പ് തലച്ചോർ നൽകുന്ന അപായ സൂചനകളാണ് ഇതെന്ന് തിരിച്ചറിയണം. കേവലം സെക്കൻഡുകൾ മതി അപകടകരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്ന വിധത്തിൽ നിങ്ങളുടെ ശരീരം ഉറക്കത്തിന്റെ ആലസ്യത്തിലേക്ക് മയങ്ങി വീഴും എന്നുള്ള തിരിച്ചറിവാണ് പ്രധാനം. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ചെറുതെങ്കിലും ഒരേ താളത്തിൽ ജോലി ചെയ്യുമ്പോൾ മാത്രമേ നല്ല രീതിയിൽ വാഹനമോടിക്കാൻ കഴിയുകയുള്ളൂ. ഓരോ മൈക്രോ സെക്കൻഡിൽ തലച്ചോറിന്റെ ശരിയായ നിയന്ത്രണവും ഇതിനു ആവശ്യമുണ്ട്. ജീവിച്ചിരിക്കുവാൻ നിങ്ങൾക്ക് അർഹതയുള്ള ഒരു വലിയ ജീവിതത്തിൽ നിന്നും ഒരു നിമിഷത്തെ അശ്രദ്ധ സമ്മാനിക്കുന്നത് എന്നത്തേക്കുമുള്ള ഒരു ദുരന്തമായിരിക്കാം. ഇനിയുള്ള ഡ്രൈവിംഗിൽ ഇക്കാര്യങ്ങൾ കൂടി മനസ്സിൽ വെക്കുക. ദൂരയാത്രാ ഡ്രൈവിംഗിന് മുൻപായി നല്ല ഉറക്കം ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. 7-8 മണിക്കൂർ ഉറങ്ങിയതിനു ശേഷം മാത്രം നീണ്ട ഡ്രൈവിംഗിന് മുതിരുക. ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് എങ്കിൽ ഡ്രൈവിംഗിനിടയിൽ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടാൽ നിർബന്ധമായും കുറഞ്ഞത് 20 മുതൽ 30 മിനിറ്റ് വരെയെങ്കിലും ഒരു ലഘുനിദ്രയെടുക്കണം. ജീവിച്ചിരിക്കുന്നതിലും വലിയ തിരക്കുകൾ ഇല്ലെന്ന് ഓർമ്മിക്കുക. ഇങ്ങനെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും അല്പനേരത്തേക്ക് ഒരു ചെറിയ മയക്കം അനുഭവപ്പെടാം എന്നുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധയോടെ വാഹനത്തിന്റെ വേഗം നിയന്ത്രിച്ചു വേണം വാഹനം ഓടിക്കാൻ. ഇങ്ങനെയുള്ള യാത്രകളിൽ കഴിയുമെങ്കിൽ ഡ്രൈവിംഗ് വശമുള്ള ഒരാളെ കൂടെ കൂട്ടാൻ ശ്രമിക്കുക. നിങ്ങൾക്കൊരു കൂട്ടാകും എന്ന് മാത്രമല്ല ഡ്രൈവിംഗ് അല്പം അനായാസകരമാകുകയും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ അടയാളങ്ങളും വഴികളുമൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും ഇവർക്ക് സാധിക്കും. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഡ്രൈവിംഗിൽ സഹായിക്കാനും ഇവർക്ക് കഴിയുമല്ലോ. ഒരിക്കലും തിരക്ക് കൂട്ടരുത്. സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തുന്നതാണ് കാര്യം. യാത്രകളിൽ അല്പം പോലും മദ്യപിക്കരുത്. മദ്യത്തിന് തലച്ചോറിനെ മന്ദതയിലാക്കും എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കഴിയുമെങ്കിൽ രാത്രി ഏറെ വൈകിയും പുലർച്ചെ 5:30 വരെയും വാഹനം ഓടിക്കാതെ ഇരിക്കുവാൻ ശ്രമിക്കുക. സ്വാഭാവികമായി ഉറങ്ങാനുള്ള ഒരു പ്രവണത ഈ സമയത്ത് ശരീരത്തിനുണ്ടാകും. യാത്രയിൽ കഫെയിൻ അടങ്ങിയ പാനീയങ്ങളോ പദാർത്ഥങ്ങളോ കരുതുക. തലച്ചോറിനെ ഊർജ്ജസ്വലമാക്കാൻ ചെറിയ തോതിൽ കഫെയിനു കഴിയും. അമിതമായ ആവേശവും ആത്മവിശ്വാസവും മാറ്റിവെച്ചു ശരീരം സ്വാഭാവികമായി ആവശ്യപ്പെടുന്ന വിശ്രമം അനുവദിച്ചുകൊണ്ട് ആസ്വാദ്യകരമായ വാഹനം ഓടിച്ചു നോക്കൂ. Subscribe our YouTube channel. Visit our website www.btv.in. Like our Facebook page, BTV Malayalam.